സാലറി കിട്ടിക്കഴിഞ്ഞ് 1-2 ദിവസത്തിനകം തന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ഫൈനാൻസസ് അൺബിലീവബിൾ ലെവലിൽ മാറും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതേ സൈക്കിളിൽ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒന്നും മാറാനും പോകുന്നില്ല. നമുക്ക് സാലറി കിട്ടുന്ന ദിവസം നമുക്ക് കിട്ടുന്ന ഫീലിംഗ് അമേസിംഗ് ആണ്. പക്ഷേ ആദ്യത്തെ ചിലവുകളൊക്കെ കഴിഞ്ഞ് ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഈ അമേസിംഗ് ഫീലിംഗ് ഒക്കെ മാറി എങ്ങനെയെങ്കിലും അടുത്ത സാലറി കിട്ടുന്നത് വരെ ഇതെങ്ങനെ ഒന്ന് തള്ളി നീക്കും എന്നുള്ള ഫീലിംഗ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ സ്റ്റെപ്പ് 1, അണ്ടർസ്റ്റാൻഡിങ് ദ ഫൗണ്ടേഷണൽ എക്സ്പെൻസസ്. നിങ്ങൾ സിംഗിൾ ആയിക്കോട്ടെ, ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫൗണ്ടേഷണൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുള്ള പണം വേണം. റെൻറ്റ്, ഫ്യൂവൽ, ഗ്രോസറി, സ്കൂൾ ബിൽ, യൂട്ടിലിറ്റി ബിൽ, ഇലക്ട്രിസിറ്റി, ഇൻ്റർനെറ്റ്, ലോണ്, EMI അങ്ങനത്തെ ബേസിക് ഫൗണ്ടേഷണൽ എക്സ്പെൻസസിനെല്ലാമുള്ള പണം നമുക്ക് വേണം. ഇതിൽ മിക്കതും കൃത്യമായിട്ടുള്ള ബില്ലായിരിക്കും. ഗ്രോസറി, ഫ്യൂവൽ പോലെയുള്ള കാര്യങ്ങളിൽ ബില്ലല്ലെങ്കിൽ പോലും അത് എപ്പോഴും ഒരു റേഞ്ചിൽ തന്നെയുള്ള പണമായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷണൽ എക്സ്പെൻസിന് വേണ്ട ഈ പണം നമ്മൾ കണക്ക് കൂട്ടി ഒന്ന് ചേർത്ത് വയ്ക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അത്രയും പണം നമ്മുടെ ഏതെങ്കിലും മറ്റൊരു റെഗുലർ അക്കൗണ്ടിലേക്ക് മാറ്റിയിടുകയും വേണം. ഐഡിയലി ഫിനാൻസിൻ്റെ റൂള് പറയുന്നതനുസരിച്ച് ഇത് നമ്മുടെ സാലറിയുടെ 50-60% ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ അത് പോസിബിൾ ആവുന്നതും പോസിബിൾ അല്ലാത്തതുമായിട്ടുള്ള ആളുകൾ ഉണ്ടായേക്കാം. പോസിബിൾ ആവുന്ന ആളുകൾ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. പോസിബിൾ ആകാൻ സാധിക്കാത്ത ആളുകൾ അതിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അവരെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ മുന്നോട്ട് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക്കലി അൺവാണ്ടഡ് എക്സ്പെൻസസ് കട്ട് ചെയ്യാനും ഇൻകം കൂട്ടാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻ സിമ്പിൾ വേർഡ്സ് നമ്മുടെ ഈ ഫൗണ്ടേഷണൽ എക്സ്പെൻസസ് എങ്ങനെയെങ്കിലും ഈ 50%-ൽ താഴെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ടെൻഷനൊന്നും ആവണ്ട, ഇന്നോ നാളെയോ ചെയ്യണം എന്നല്ല. 1, 2, 3, 4 വർഷം എടുത്തിട്ടെങ്കിലും നമ്മുടെ ഈ ഫൗണ്ടേഷണൽ എക്സ്പെൻസ് 50%-ൽ താഴെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാനൊരു സത്യം പറഞ്ഞാൽ ഈ 50%-ൽ താഴെ നമ്മുടെ ഫൗണ്ടേഷണൽ എക്സ്പെൻസസ് എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഗെയിം മാറും. അങ്ങനെ ശരിക്കും അച്ചീവ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൈപൊക്കിയാൽ മറ്റുള്ള എല്ലാ ആളുകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇനി നിങ്ങൾ ഈ ഫൗണ്ടേഷണൽ എക്സ്പെൻസ് എല്ലാം കണക്ക് കൂട്ടിയ സമയത്ത് നിങ്ങൾക്ക് വരുന്നത് 20,000 രൂപയാണ്. പക്ഷേ നിങ്ങളുടെ സാലറി 22,000 രൂപയാണ് എന്നൊന്ന് കരുതുക. അതല്ല, 20,000 രൂപയാണ് ഫൗണ്ടേഷണൽ എക്സ്പെൻസ്, 20,000 രൂപ തന്നെയാണ് നിങ്ങളുടെ സാലറി എന്നും കരുതുക. നിങ്ങൾക്ക് വേണ്ടി മാത്രം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. തീർച്ചയായിട്ടും ആ സെക്ഷൻ കാണാൻ മറക്കരുത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2, ബിൽഡിംഗ് ഫൗണ്ടേഷണൽ കോർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷണൽ എക്സ്പെൻസ് കണക്ക് കൂട്ടി വെച്ചു. ഇപ്പോൾ എൻ്റെ ഫൗണ്ടേഷണൽ എക്സ്പെൻസ് 20,000 രൂപയാണെങ്കിൽ ആ 20,000 രൂപയെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് 60,000 രൂപ കിട്ടും. എൻ്റെ ഫൗണ്ടേഷണൽ കോർ എന്ന് പറയുന്നത് ഈ 60,000 രൂപയാണ്. ഈ പണം ഞാൻ പതിയെ സൂക്ഷിച്ച് വെച്ച് എൻ്റെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഈ ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സാലറിയുടെ 5%-ഓ 10%-ഓ എല്ലാ മാസവും മാറ്റി ആ അക്കൗണ്ടിലേക്ക് ഇടണം. അപ്പോൾ എൻ്റെ സാലറി ഇപ്പോൾ 20,000 രൂപയാണെങ്കിൽ എല്ലാ മാസവും ഒരു 2,000 രൂപ വീതം മാറ്റിയിട്ട് ആ ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കണം. ഈ പണം എനിക്ക് ട്രിപ്പ് പോകാനും ഫോൺ മേടിക്കാനും ഒന്നും ഉള്ള പണമല്ല. ഇത് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരുടെയെങ്കിലും ജോലി പോകുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ വന്ന് കുറച്ച് നാൾ ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ആ സമയം സപ്പോർട്ട് ചെയ്യാനുള്ള പണമാണ് ഈ എമർജൻസി ഫണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യാനായിട്ട് കുറച്ച് പണം അലോക്കേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഈ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10% നിങ്ങൾ അങ്ങോട്ട് വെക്കേണ്ട. ഈ സ്റ്റെപ്പ് 2 നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 3, പ്ലാനിങ് ഫോർ ഗോൾസ്. അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ സാലറിയുടെ 5% ആയിക്കോട്ടെ, 10% ആയിക്കോട്ടെ, 50% ആയിക്കോട്ടെ, ആ പണം നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നല്ല, ഗോൾസിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ഇൻവെസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം, എന്തും ചെയ്യാം ബേസ്ഡ് ഓൺ യുവർ ഗോൾസ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സാലറിയുടെ ഒരു 20% എങ്കിലും ലോങ് ടേം ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം എന്നാണ്. ഷോർട്ട് ടേം ഗോൾസ് ഡെഫിനറ്റ്ലി നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ ഈ ലോങ് ടേം ഗോൾസ് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈലിലോ അതല്ലെങ്കിൽ മുന്നോട്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോ നമുക്ക് ജീവിച്ച് മരിക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഷോർട്ട് ടേമിലാണ് നിങ്ങൾ അതിൽ കുറച്ച് പണം മാറ്റി വെക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് RD, FD, ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്, ബോൺസ് ഇതൊക്കെ കൺസിഡർ ചെയ്യാം. ഇനി മീഡിയം ഗോൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും ബോൺസ് ഉപയോഗിക്കാം, ആർബിട്രാജ് ഫണ്ട്സ് ഉപയോഗിക്കാം, ഫ്ലെക്സി ക്യാപ് ഫണ്ട്സ് ഉപയോഗിക്കാം. അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഗോൾസിന് ചേരുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫണ്ട്സിനെ പുഷ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തത് ലോങ് ടേം ആണ്. ഞാനത് ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ 20% എങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അത് മേ ബി നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അതുപോലെ 10 വർഷമോ 20 വർഷമോ കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരുന്ന പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് ഫണ്ടും മിഡ് ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും ഒക്കെ
ഈവൻ ആർബിട്രേജ് ഫണ്ടും ഒക്കെ നമുക്ക് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യാം. 50,000 രൂപ സാലറി ഉള്ള ഒരാൾ മിനിമം 10,000 രൂപയെങ്കിലും ഈ ഒരു സൈഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗോൾസ് അനുസരിച്ച് നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ എങ്കിലും അവിടെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ കിട്ടും. നിങ്ങൾക്ക് വളരെ ഷോർട്ട് ടേമോ മീഡിയമോ ലോങ് ടേമിലോ ഒക്കെ ഗോൾസ് ഉള്ള ആളുകൾ എവിടെയാണ് അവരുടെ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഞാൻ അവിടെ ഫണ്ട്സിൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഫണ്ട്സിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫണ്ട്സിൻ്റെ കാറ്റഗറിയാണ് ഉദ്ദേശിച്ചത്, അതല്ലാതെ സ്പെസിഫിക് ആയിട്ടൊരു ഫണ്ടല്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് നമ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓട്ടോമേഷൻ. സ്റ്റെപ്പ് 1 90% എക്സ്പെൻസുകളും ഓട്ടോമേറ്റ് ചെയ്യുക. ലൈക്ക് റെൻറ്റ്, EMI ബില്ല്, ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2 ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പണവും കൃത്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റേ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നമുക്ക് സാലറി വരുന്ന തൊട്ട് നെക്സ്റ്റ് ഡേ തന്നെ മൂവ് ചെയ്യുന്ന പോലെ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പ് 3 ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് ഇൻവെസ്റ്റിംഗ് ആണ്. ഇൻവെസ്റ്റിംഗ് എല്ലാം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ബ്രോക്കേഴ്സും നമ്മുടെ ബാങ്കും എല്ലാം ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാര്യം പോലും ഓരോ മാസവും നമ്മൾ എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരരുത്, എല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കണം. നമുക്ക് 1-ാം തീയതിയാണ് സാലറി വരുന്നതെങ്കിൽ 2-ാം തീയതി കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ പണം ഓരോ സ്ഥലത്തായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതുവരെ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം സമാധാനമായിട്ടിരുന്ന് എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുക. എത്രത്തോളം നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നോ അത്രത്തോളം നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടാവും. ഇത് വളരെ ക്രൂഷ്യലായിട്ടൊരു പോയിന്റാണ്. ഇത് ചെയ്തില്ല എങ്കിൽ ഓരോ മാസവും നമ്മുടെ സാലറി വരുന്ന സമയത്ത് ഒരു 10 സ്ഥലത്തേക്കോ 20 സ്ഥലത്തേക്കോ നമുക്ക് പണം മാറ്റി വെക്കേണ്ടതായിട്ട് വരും. മേ ബി 1 മാസമോ 2 മാസമോ നമ്മൾ മാനുവലായിട്ട് ചെയ്തു എന്ന് വരാം. അതിനുശേഷം നമ്മളത് മടുത്ത് ആ പരിപാടി നിർത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം മെനക്കെട്ട് ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് അത് അത്രത്തോളം ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലുമായിട്ടൊരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് 50% നിർത്താൻ സാധിച്ച ആളുകൾക്ക് സ്റ്റെപ്പ് 2 10% അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബാക്കി 40% ഉണ്ട്. ആ 40% നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ്. ഇനി സ്റ്റെപ്പ് 1 തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറിയുടെ 80% തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 10% നിങ്ങളുടെ ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യാൻ മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 10% നിങ്ങളുടെ ഗോൾസിന് വേണ്ടി മാറ്റിവെക്കുക. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്റ്റെപ്പ് 2 അതായത് ആ ഫൗണ്ടേഷണൽ കോർ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റഡ് ആവും. അതായത് 3 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് നമുക്ക് മതിയാവും. അതിനുശേഷം ആ സ്റ്റെപ്പ് 2 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 10% കൂടെ നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് അതായത് സ്റ്റെപ്പ് 3 മാറ്റുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫൗണ്ടേഷണൽ എക്സ്പെൻസസ് 80% ആകുക എന്ന് പറഞ്ഞാൽ അത് ഒട്ടും നല്ല കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൊണ്ട് വരാനും ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് 1 തന്നെ 80% മുകളിൽ അതായത് നിങ്ങളുടെ സാലറിയുടെ 80% മുകളിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള വീഡിയോ. ബാക്കിയുള്ളവരെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. 80% മുകളിൽ സ്റ്റെപ്പ് 1 തന്നെ തീർന്നു പോകുന്ന ആളുകളോട് എനിക്ക് ബാക്കി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമതായിട്ട് എവിടെയാണ് അൺവാണ്ടഡ് എക്സ്പെൻസസ് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് ബ്രൂട്ടലായിട്ട് കട്ട് ചെയ്യുക. കാരണം സ്റ്റെപ്പ് 1 നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റെപ്പ് 2, 3, 4 ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാജിക്കലായിട്ട് ഒന്നും നമ്മുടെ ലൈഫിൽ മാറാൻ പോകുന്നില്ല. നമ്മൾ എഫേർട്ട് എടുത്ത് കൃത്യമായിട്ട് കണക്ക് കൂട്ടി കാര്യങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മാറൂ. സ്റ്റെപ്പ് 1 നമ്മൾ സ്റ്റക്കായിട്ട് നിന്നാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയേ ഉള്ളൂ. എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പണം എല്ലാം തീർന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കുടി, അതല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിർത്തണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അവിടെ ഒരുപാട് പണം മേ ബി നിങ്ങൾക്ക് ചിലവായി പോകുന്നുണ്ടായിരിക്കാം. ഇനി നിങ്ങൾക്ക് ബാങ്ക് ലോൺസ് ഉണ്ടെങ്കിൽ മറ്റുള്ള ബാങ്കുകളുമായിട്ട് സംസാരിച്ച് അതിനേക്കാളും നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങളുടെ ലോൺ ഉള്ള ബാങ്കിൽ നിന്നും കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു ബാങ്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബാങ്കിൽ ചെന്ന് സംസാരിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും കൂടുതൽ അടച്ച് എത്രയും പെട്ടെന്ന് ഈ ലോൺ തീർക്കാൻ ശ്രമിക്കുക. പിന്നീട് വളരെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ ഇൻവെൻട്രിയും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വീടിൻ്റെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ മേ ബി കിച്ചണിൽ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്നുണ്ടെങ്കിലോ നമ്മുടെ ഫുഡിൻ്റെ ആവശ്യത്തിനല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ ഇരുന്ന് ചീത്തയായി പോകുന്ന രീതിയിലേക്ക് നമ്മൾ പണം വെറുതെ സ്പെൻഡ് ചെയ്ത് കളയുന്നുണ്ടെങ്കിലോ, ഇതൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഇൻവെൻട്രി പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുക. ഓരോ തവണ നമ്മൾ ഗ്രോസറി വാങ്ങിക്കാൻ പോകുന്ന സമയത്തും നമ്മൾ പോലും അറിയാതെ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും, അത് വീട്ടിൽ വന്നിരുന്ന് ചീത്തയായി പോകും, നമ്മളത് ഒരിക്കലും ഉപയോഗിക്കുന്നില്ലായിരിക്കാം. കൃത്യമായിട്ട് അത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക.
പിന്നീട് അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസ് എല്ലാം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം വേണ്ട ഏതെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് അവൈലബിൾ ആവുന്ന മൂവീസ് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇതിനെല്ലാം സബ്സ്ക്രിപ്ഷൻ എടുത്ത് പൈസ കളയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം നിങ്ങൾ ഇല്ലീഗലായിട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും പോസിബിൾ ലീഗൽ വേയിൽ കൂടെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ഇൻകം കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾക്ക് ഇൻകം കൂട്ടാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കൊണ്ട് ഇൻകം കൂട്ടാൻ കഴിയില്ല എന്നാണെങ്കിൽ അതൊരിക്കലുമല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ ജോബിൽ തന്നെ നിങ്ങൾ കുറച്ച് അപ്സ്കില്ല് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ സാലറി അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ കിട്ടി കൂടുതൽ സാലറി വാങ്ങിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാനുള്ള സ്കില്ല് എനിക്കില്ല, സമയമില്ല എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ എക്സ്ക്യൂസ് പറയുന്നതെങ്കിൽ ഇതിനൊക്കെയുള്ള ഉത്തരം പല വീഡിയോസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സ്കില്ലില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് ഈസിലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി സമയമില്ല എങ്കിൽ പണ്ടത്തെ പോലെ 5 മണിക്കൂറോ 6 മണിക്കൂറോ 7 മണിക്കൂറോ ഒന്നും ആഴ്ചയിൽ നിങ്ങൾ പണിയെടുക്കേണ്ട. ഡെയിലി നിങ്ങളൊരു 30 മിനിറ്റ്സ് എങ്കിലും സ്പെൻഡ് ചെയ്താൽ ഡീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്കാമിലൊന്നും പോയി വീഴാനല്ല ഞാൻ പറയുന്നത്, ലെജിറ്റ് ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ദിവസം 100-200 രൂപ ഉണ്ടാക്കാൻ സാധിച്ചാൽ പോലും ഒരു മാസം എത്ര രൂപ വ്യത്യാസം വന്നു എന്ന് കണക്ക് കൂട്ടി നോക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് സാധിക്കും എന്നുള്ളത് 100% എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്ന ആളുകളെയും ഒരുപാട് എനിക്കറിയാം. പല വീഡിയോസിലായിട്ട് സൈഡ് ഇൻകം സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്. അതിനുശേഷം ഏതെങ്കിലും വളരെ സിമ്പിളായിട്ടൊരു സ്കില്ല് എടുത്തു വെച്ച് അത് കുറച്ച് നേരം പഠിക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും. വിത്തിൻ 2 to 3 months വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു ചെറിയ എമൗണ്ട് എല്ലാ ദിവസവും ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഹോൾ വീഡിയോയിൽ 4 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഈ 4 സ്റ്റെപ്പും കൃത്യമായിട്ട് നിങ്ങളുടെ സാലറി വരുന്ന സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ, അതല്ലെങ്കിൽ അതിനെപ്പറ്റി എലാബറേറ്റ് ആയിട്ട് ഞാൻ പറയണം എന്നുണ്ടെങ്കിൽ അത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി കൂടുതൽ വീഡിയോസ് നമുക്കിതിനെ ബേസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.